നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഐഡിയൽ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ പാർട്ട്ണർ ഏതാണ് അതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഐഡിയൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അത് സോൾമേറ്റ് ആവണം എന്നില്ല. സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു എന്താ പറയാ, ഒരു കണക്കുള്ള ആളാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഒരു കണക്ക് തീർക്കാനോ നമുക്ക് അവരോടൊരു കടമുണ്ടെങ്കിൽ അത് തീർക്കാനോ ഒക്കെ വരുന്നതാണ് ഈ സോൾമേറ്റ് കണക്ഷൻ. അത് നമ്മളെ പെർഫെക്റ്റ് പാർട്ട്ണർ ആവണം എന്നില്ല. പഴയ ജന്മത്തിൽ എപ്പോഴോ നമ്മൾ ആർക്കെങ്കിലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ജന്മത്തില് കാർമിക് ആയിട്ട് വരും. പക്ഷെ അത് സോൾമേറ്റ് ആണ്. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാറുണ്ട് കേട്ടോ. പക്ഷെ അവര് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല ചിലപ്പോൾ വരുന്നത്, നമുക്ക് പണി തരാനായിരിക്കും. അപ്പൊ സോൾമേറ്റ് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് സോൾമേറ്റ് നല്ലതിനാണോ വരുന്നത് ചീത്തതിനാണോ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതൊന്ന് ചിന്തിക്കണം കേട്ടോ. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓറക്കൽ മെസ്സേജ് എന്താണ് വരുന്നത് നോക്കാം. ഭഗവാനെ നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. താങ്ക് യു. ഓം നമ ശിവായ, ഓം നമ ശിവായ. സോറി, 2 കാർഡുകളേ ഉള്ളൂ എന്നാ തോന്നുന്നത്, കാരണം പിന്നീട് വന്നില്ല കാർഡുകൾ. ഈ 2 കാർഡ്, ഒരെണ്ണം ഭൈരവനാണ്, ശിവ ഭഗവാന്റെ ഒരു അവതാരമാണ് ഭൈരവൻ. അപ്പോ നമ്മളുടെ ഉള്ളില് ഭയങ്കര ശക്തിയുള്ള ഒരു ദൈവമാണെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അപ്പൊ ഈ ഭഗവാൻ എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ഉള്ളില് ഭീതി, നമ്മൾക്ക് മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നമെന്ന്. പക്ഷെ എന്തൊക്കെയോ പേടി, നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റും, ദുസ്വപ്നങ്ങൾ കാണുന്നു, നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ, പുറത്തുനിന്ന് ആരൊക്കെയോ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഈ ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. കാരണം ദുഷ്ടശക്തികൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. അതപ്പോ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ ഈ കാർഡിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സഹായിക്കാൻ ആകെ ദൈവമുള്ളൂ. മനുഷ്യന് നമ്മളെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചാല് ദൈവത്തിന് പരിധി ഇല്ലാത്ത ഒരാളാണ്. ഏത് അവസരത്തിലും നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മളെ ഉള്ളില് ശക്തി വളരാനും നമുക്ക് മനോധൈര്യം തരാനും ഒക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാർഡ് പറയുന്ന എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. നിങ്ങള് പോസിബിലിറ്റി ഓഫ് ചേഞ്ച് ഓഫ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. അപ്പൊ നിങ്ങളൊരു സ്ഥലം മാറ്റം, പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു, പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യം എല്ലാ കാര്യങ്ങളോടും നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പുതിയ ഉടുപ്പ്, പുതിയ ഇത്, കുറച്ച് കഴിയുമ്പോൾ അതിനോട് ഇത് ഇടപഴകി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സെറ്റിൽ ആവും നമ്മള്. അപ്പൊ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ ചെന്ന് എവിടെയെങ്കിലും കേറിയാൽ അതൊരു മുൻപിൻ നോക്കാതെ ഒരു കാര്യത്തിലും ചെന്ന് കേറരുത് എന്നാണ് പറയുന്നത്. കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കണം നിങ്ങൾ ജീവിതം. കാരണം രണ്ടും കണക്റ്റഡ് ആണ്. ഇവിടെ പേടിയുണ്ട്, അതേസമയം നിങ്ങൾ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ഓർക്കാതെ ചെന്ന് കയറി കൊടുക്കുകയാണ് ചെയ്യണം. അത് പാടില്ല എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇത്തിരി അലേർട്ട് ആയിട്ടിരിക്കണം. ഇന്നത്തെ കാലം അങ്ങനത്തെയാണ്, അതുകൊണ്ടാണ് ഭഗവാനെ. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഐഡിയൽ പാർട്ട്ണർ ആരാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഇത് ഒരാളുടെ റീഡിംഗ് ആണ്. നമ്മൾ ഏത് സോഡിയാക് സൈനുകളാണ് വരുന്നതെന്നാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. നമ്മളൊരു സോഡിയാക് സൈൻ, ഇപ്പൊ ഏരീസ് ആണെങ്കിൽ, ഏരീസ് എന്ന് പറയുമ്പോ ഏരീസ് ഏത് ഹൗസിലാണ് മനസ്സിലായോ? നമ്മളുടെ 12 ഹൗസ് എന്താ, ഓക്കെ, നമ്മുടെ ജാതകത്തിൽ. അപ്പൊ ഓരോ ഹൗസിലും ഓരോ ഏരീസിലാണ്. നമ്മൾ സൺ സൈൻ ഏരീസ് ആണെങ്കിൽ മൂൺ സൈൻ വേറെ ആയിരിക്കും, വീനസ് സൈൻ വേറെ ആയിരിക്കും. അപ്പൊ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കുമ്പോൾ ഏരീസിൽ ജനിച്ചതാണെന്ന് പറഞ്ഞാൽ ആ സ്വഭാവം മാത്രമായിരിക്കില്ല അയാൾക്ക് വരുന്നത്. അയാൾക്ക് പല സോഡിയാക് സൈനിന്റെ സ്വഭാവം വരും. മനസ്സിലായോ? അപ്പോ ബേസിക് പക്ഷെ ഏരീസിന്റെ ആയിരിക്കാം കേട്ടോ. അങ്ങനെ പക്ഷെ പല ക്യാരക്ടറിസ്റ്റിക്സും കൂടിയ ഒരു ആളായിരിക്കും നിങ്ങൾ.
സൈൻ ഏരിയസ് ആയതുകൊണ്ട് മുഴുവനായിട്ടും ഏരിയസിന്റെ ക്യാരക്ടർ ആവണം എന്നില്ല. ഞാൻ വെറുതെ മുന്നോടിയായിട്ടൊന്ന് പറഞ്ഞതാണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഐഡിയൽ പാർട്ട്ണർ ആരായിരിക്കും നോക്കുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് വന്നിരിക്കുന്നത്. വാട്ടർ സൈൻ ആണ്, ഭയങ്കര ഇമോഷണൽ ആണ്. വളരെ എന്നാൽ ചിലർക്ക് ഇമോഷണൽ കൺട്രോൾ ഉള്ളവരാണ് ചിലര്. നമ്മൾ പക്ഷെ വേദനിപ്പിച്ചു കഴിഞ്ഞാല് ഇവര് ചിലപ്പോ എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ചിലര് വൈരാഗ്യ ബുദ്ധിയുള്ളവരായിരിക്കും, ചിലവര് നമ്മളെ ചിരിച്ച് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ കഴിവുള്ള അവരായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ വളരെ ക്രൂരമായിട്ട് നമ്മളെ പറ്റിക്കാൻ കഴിവുള്ളവരായിരിക്കും. ചിലര് നമ്മളെ സ്നേഹം കൊണ്ട് നമ്മളെ അവരുടെ വരുതിക്ക് വരുത്താൻ നോക്കുന്നവരായിരിക്കാം കേട്ടോ. അപ്പൊ പലതരത്തിലാണ് വാട്ടർ സൈന്റെ സ്വഭാവങ്ങൾ വരുന്നത്. അപ്പോ ഇവിടെ ഒരു ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു വാട്ടർ സൈൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഒരു അലൈൻമെന്റ് ഇല്ല, ഏത് ഓപ്ഷൻ സ്വീകരിക്കണമെന്ന് അറിയില്ല. മനസ്സിങ്ങനെ പരതി നടക്കുന്ന, ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന, ഒരു സ്ഥലത്ത് തങ്ങിയിട്ടില്ല, ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല ഈ വ്യക്തിക്ക്. മനസ്സിലായോ? അപ്പൊ ഇവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെ അന്വേഷിച്ചു വരുന്നത്. നമുക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, ഇവർക്കൊന്നും കൊടുക്കാനില്ല, ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്നൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കാനില്ല എന്ന് വരുമ്പോഴാണ് ഇവർക്ക് റിലേഷൻഷിപ്പ് ബോറടിക്കുന്നത്. അപ്പോഴാണ് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കണക്ഷനും ഉപേക്ഷിച്ച് പോകലും അബാൻഡൻമെന്റും ചിലര് നമ്മളോട് തുറന്ന് പറയും റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്. ചിലര് പറയില്ല, ചിലര് ഇമോഷണലി ബാക്ക് ഔട്ട് ചെയ്യും, പുറത്തേക്ക് പോയി കളയും. അപ്പൊ ഇത് വാട്ടർ സൈൻ ആണ്. വാട്ടർ സൈൻ ഭയങ്കര ഇമോഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞു. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളോട് ദേഷ്യം. മനസ്സിലായോ? ഒരു പരിധിക്ക് അപ്പുറം പോകുന്ന ആളുകളാണ് ഇവര്. അപ്പോ ഇവര് ഈ എനർജിയിലാണെങ്കിലും ഇവരെ നന്നാക്കി എടുക്കാൻ ഞാൻ പറയാൻ പാടില്ല. എന്നാലും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ലത് കൊടുത്താല് ചിലപ്പോ പല ദുരിത അനുഭവങ്ങളിലും കൂടി വന്നതായിരിക്കും. അപ്പൊ അനുഭവങ്ങളായിരിക്കും ഇവരെ ഈ എനർജിയിൽ വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ എനർജി നമ്മൾക്ക് ഇവരെ ഇഷ്ടമാണ്, ഈ എനർജി ഇവരുടെ മാറണമെങ്കിൽ നമ്മൾ ഇവർക്ക് സ്നേഹവും സപ്പോർട്ടും കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെ ദൈവം അന്വേഷിച്ച് ഓരോരുത്തരുടെ അടുത്തേക്ക് അയക്കുന്നതിന്, നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുന്നതിന് ഓരോ ഉദ്ദേശമുണ്ട്. വെറുതെ വഴിയെ പോണവരല്ല ദൈവം, അതൊക്കെ കാൽക്കുലേറ്റഡ് ആണ്. അതാണ് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓൾറെഡി പ്ലാൻഡ് ആണ് എല്ലാ കാര്യവും. അപ്പോ പക്ഷേ നമ്മൾക്ക് ഓരോ ഓപ്ഷൻ അല്ല, പല ഓപ്ഷൻ വരുന്നുണ്ട്. അതാണ് വ്യത്യാസം. അപ്പൊ ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മൾക്ക് അയാളുമായിട്ട് നമ്മൾ ആ ഒരു എനർജിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വരുമ്പോ ഇയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയാവും. ഇയാളെന്ത് ഇങ്ങനത്തെ സ്വഭാവം, ഇങ്ങനെയാണോ പെരുമാറുന്ന, ആന ചേന നമ്മള് ഇവരായിട്ട് അടിയുണ്ടാവും. അവസാനം ഇത് ഒഴിഞ്ഞു പോകും. മനസ്സിലായി? അപ്പൊ അടുത്ത ആള് വരും. ഈ ഒഴിഞ്ഞു പോകുമ്പോ നമ്മൾ വേറെ ആരും വേണ്ട, എനിക്ക് ബന്ധമേ വേണ്ട എന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു എനർജി ബ്ലോക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വിട്ടേക്കുക. വേറെ ആർക്കെങ്കിലും ചെല്ലേണ്ട വ്യക്തി ആയിരിക്കും ഇത്. വേറെ നമ്മൾ ഒരു എനർജിയിലായിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും രണ്ടുപേരും ഒരുമിച്ച് സൗഹൃദത്തോടെ സമാധാനത്തോടെ പോകാനുമാണ് ഓരോരുത്തർ വരുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേ എനർജിയിലാവണം. അല്ലെങ്കിൽ വരുന്ന ആള് കുറഞ്ഞ എനർജിയിലും നിങ്ങൾ ഉയർന്ന എനർജിയിലും ആയിരിക്കണം. അപ്പോഴേ ഇയാള് വന്നിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇയാൾക്കും കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതേസമയം നിങ്ങൾ രണ്ടുപേരും ഒരേ എനർജി ആവുമ്പോൾ നിങ്ങൾ ഇയാൾക്ക് വേണ്ടി റെഡി അല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സോൾമേറ്റ് കണക്ഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയൽ പാർട്ട്ണറെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണോ എന്ന് നമ്മൾ ഡീടോക്സ് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് ഇരിക്കുക. സ്പിരിച്വലി കുറച്ച് അവെയർ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ബന്ധങ്ങളും ലോങ് ലാസ്റ്റിംഗ് ബന്ധങ്ങളും വരിക. അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവം നമുക്കൊന്ന് നോക്കാം. ഈ വ്യക്തി എങ്ങനെയാണ് ഈ ഒരു എനർജിയിൽ ആയതെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നെഗറ്റീവ് എനർജി ആണ് ഈ വ്യക്തിയുടെ. ഹാങ്ഡ് മാൻ, ഈ എനർജിയിൽ സ്റ്റക്ക് ആണ് ഈ വ്യക്തി. മദർ ഓഫ് സ്വേർഡ്സ്. ചിലപ്പോ ഈ വ്യക്തിക്ക് ഈ വാട്ടർ സൈനും എയർ സൈനും തമ്മിൽ ഇതിപ്പോ ചിലപ്പോ ഈ സ്ത്രീയുടെ ഈ പുരുഷന്റെ നേരത്തെയുള്ള ബന്ധം ഒരു എയർ സൈൻ ആയിരിക്കും. ഇതൊരു വാട്ടർ സൈൻ ആണല്ലോ, ഇത് എയർ സൈൻ ആയിരിക്കും. എയർ സൈനും വാട്ടർ സൈനും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. കാരണം രണ്ടുപേർക്ക് തമ്മിൽ മനസ്സിലാവില്ല. വായു എങ്ങനെയാണ് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നത് അല്ലെ? വായുവും വെള്ളവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുപോലെ വെള്ളത്തിന് വായുവുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലായോ?
വെള്ളവും വായുവും കൂടെ കൂടുമ്പോൾ മിസ്റ്ററിയാണ്, ഫോഗ് ആണ് ഉണ്ടാവുന്നത് അല്ലെ, ഒന്നും ക്ലിയർ ആവില്ല. അപ്പൊ മൊത്തത്തില് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടിയ തിക്താനുഭവങ്ങള് കൊണ്ട് നടക്കുന്ന അതിൽ സ്റ്റക്ക് ആയിട്ടുള്ള പൈസസ് സോഡിയാക് സൈൻ ആണിത്. സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ കാണുന്നവർക്ക് റെസനേറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ഇപ്പോഴും ആ വേദന തിരിച്ച് എന്ന് വെച്ചാല് നമ്മൾ ഈ വ്യക്തി കുറെ പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്ടർ സൈൻ ആണ്, പ്രതീക്ഷ കൂടുതലാണ്, ഇമോഷണൽ ആണ്. എയർ സൈൻ ഇമോഷനേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ഇവരെന്തിന് ഈ മിണ്ടുമ്പോ പറയുമ്പോ കരയുന്ന എന്തിനാണ്, ഇത്രയും എക്സ്പെക്ടേഷൻ റിലേഷൻഷിപ്പിൽ നിന്ന് വെക്കുന്ന എന്തിനാണ്, എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കുന്നതെന്നാണ് എയർ സൈൻ ചിന്തിക്കുന്നത്. വാട്ടർ സൈൻ എന്താണ് ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും എന്നോടൊരു ദയവുമില്ല, എന്റെ ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് എന്നോട് കാണിക്കാത്തത് എന്നാണ് വാട്ടർ സൈൻ ചിന്തിക്കുന്നത്. മനസ്സിലായി? അപ്പൊ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയതാണ്. ഈ വ്യക്തി ഇപ്പോഴും എയർ സൈൻ അവരുടെ പാട്ടിന് പോയി, പക്ഷേ വാട്ടർ സൈൻ ഈ ദുഃഖങ്ങളെല്ലാം കൊണ്ട് നടക്കും. അവർ ഇമോഷണൽ ആണ്, അതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ സോഡിയാക് സൈൻ. ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി ഉണ്ട്, പൈസസ് ഉണ്ട്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഉണ്ട്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവര് എന്ത് സ്വഭാവക്കാരാണെന്ന് നോക്കാം. ഒരു ഐഡിയ നമുക്ക് കിട്ടി, എന്നാലും എന്തിനാണ് ഇങ്ങനെ ഇവര് കൺഫ്യൂഷനിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇവർ എന്ത് എനർജിയാണ്, ബാലൻസ് കൊണ്ടുവരാൻ ഒരു ചോയ്സ് എടുക്കാനുള്ള ഇതാണ്. പക്ഷെ അതിന് വേണ്ട ആക്ഷൻ ഒന്നും എടുക്കില്ല നിങ്ങളുടെ ഈ വ്യക്തി. ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് വളരെയധികം ഹാപ്പിനെസ് വേണം, സന്തോഷം വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ സ്റ്റബേൺ ആയിട്ട് ഒരു വിക്ടിം മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഒരു സ്റ്റക്ക് ആണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇമോഷനിൽ, വേദനയുടെ ഇമോഷൻ, സഹനത്തിന്റെ ഇമോഷൻ. ഞാൻ ഇങ്ങനെ ഇവരുടെ സ്വഭാവം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഐഡിയൽ പാർട്ട്ണറിന്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാല് ഈ വ്യക്തി നമ്മൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹേർട്ട് ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ എല്ലാ ദുഃഖത്തിനും ഉത്തരവാദി നിങ്ങളാണ്. ഇവർ ചെയ്ത തെറ്റുകൾ ഇവരൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇത്രയും സ്നേഹം കൊടുക്കുന്നു. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും സ്നേഹം ആർക്കും വേണ്ട. ചില സ്നേഹങ്ങള് നമുക്ക് അത് ഭയങ്കരമായി നമ്മളെ ശ്വാസം മുട്ടിക്കും. എല്ലാവർക്കും ജീവിക്കാൻ സ്പേസ് വേണം. ചിലര് സ്പേസ് കൊടുക്കില്ല, സ്നേഹത്തിന്റെ പേരില് മുറുക്കി അങ്ങ് ശ്വാസം മുട്ടിക്കുന്ന ഒരു എനർജി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ എനർജിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുക, നമ്മളെ ശ്വസിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു ക്യാരക്ടർ. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? അവരൊരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ഇവര് ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഇവരുടെ സ്വഭാവം. അതുപോലെ തന്നെ ഇവര് ഭയങ്കര ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ പെട്ടെന്ന് ബേൺഡ് ഔട്ട് ആവുന്നത്. എന്ന് വെച്ചാല് നമുക്കും ഒരു പരിധി ഉണ്ട് അല്ലെ. എന്ന് വെച്ചാല് ഇവർ ഈ സ്നേഹം തരുന്നവര്, ഒരാളുടെ പുറകെ ഇങ്ങനെ കഴുത്തെ തൂങ്ങി നടക്കുന്നവര്, അവരെ ശ്വാസം മുട്ടിക്കാൻ പോകുന്ന ആൾക്ക് പോലും അവരാരെയോ ശ്വാസം മുട്ടിക്കുന്ന ആ ആളല്ല, ഈ ശ്വാസം മുട്ടിക്കുന്ന അറിയാതെ മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഈ എനർജിക്കും ഇപ്പോ ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. കാരണം പല ബന്ധങ്ങളായി ഇവര് വിചാരിക്കുന്ന സ്നേഹം കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുക, അവർക്ക് സ്പേസ് അവർക്ക് എന്തിനാ സ്പേസ്, ഞാനല്ലേ അവരുടെ ജീവിതം എന്ന് പറഞ്ഞ് അവരെ ശ്വാസം മുട്ടിക്കുന്ന ഈ വ്യക്തിക്ക്, നിങ്ങളുടെ ഈ വ്യക്തിക്ക് അറിയില്ല ഈ വ്യക്തി അവരെ ശ്വാസം മുട്ടിക്കുകയാണെന്ന്. അപ്പൊ ആൾക്കാർ ഒഴിഞ്ഞു പോകുമ്പോ ഈ വ്യക്തി ബേൺഡ് ഔട്ട്, ഇത്രയും ഞാൻ സ്നേഹം കൊടുത്തു, എന്തൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു ബാലൻസ് കൊണ്ടുവരണം ജീവിതത്തിൽ. എക്സ്ട്രീമിലേക്ക് പോകരുത്. ഒരാളെ ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയല്ല വേണ്ടത്. അയാൾക്ക് മൂവ് ചെയ്യാനുള്ള, അയാൾക്ക് ശ്വസിക്കാനുള്ള ആ സ്പേസ് കൊടുക്കണം. അതിനൊരു ബാലൻസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവർക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് വേണം. അപ്പൊ അതൊന്നും ഈ വ്യക്തിക്ക് ആയിട്ടില്ല. മനസ്സിലായി? ഇത്രയും മാക്സിമം അങ്ങോട്ട് സ്നേഹിക്കണ്ട, ഒരു ഇടയ്ക്ക് നിൽക്കുക, ഒരു ചോയ്സ് എടുക്കുക. മനസ്സിലായി? അയാളെ ജീവിക്കാൻ അനുവദിക്കുക. അയാളെ ജീവിക്കാൻ അനുവദിക്കുമ്പോ എന്ന് വെച്ചാൽ ഇവര് സ്നേഹിക്കുന്നവരെ ജീവിക്കാൻ അനുവദിച്ചാല് ആ വ്യക്തികള് ഇവരെയും സ്നേഹിക്കും. അപ്പൊ നിങ്ങൾ എന്ത് സോഡിയാക് സൈൻ ആണെന്ന് നമുക്ക് അറിയില്ല. നിങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു സോഡിയാക് സൈൻ ആണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി വരുമ്പോ ഇതുപോലെ പണി വരും. അതല്ല നിങ്ങളും ഒരു വാട്ടർ സൈൻ ആണെങ്കിൽ ചിലപ്പോ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം രണ്ടുപേർക്കും മനസ്സിലാകും എന്താണ് ഇവിടെ ഒരാള് മറ്റൊരു നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. മനസ്സിലാവുണ്ടോ? ഇവിടെ സജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഭഗവാനെ?
കൺഫ്യൂഷൻ ആണ്. ഈ വ്യക്തിക്ക് അറിയില്ല എന്താണ് ജീവിതത്തിൽ നിന്ന് വേണ്ടതെന്ന്. മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത്? ഒബ്സസീവ് ആണ് ഈ വ്യക്തി. അങ്ങനെ എന്ന് വെച്ചാൽ ചില സമയത്ത് ഇപ്പോ വേറെ ഒരാളെ, ഇപ്പൊ ആരുടെയെങ്കിലും ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള ഒരാളെ കയറി സ്നേഹിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അപ്പോ എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ ഒബ്സസീവ് ആവും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പം ഇവരൊരാളായിട്ട് ഇഷ്ടമാണ്, അയാളും ഇവരുമായിട്ടുള്ള ബന്ധം ശരിയാകുന്നില്ല. അപ്പൊ അതിനിടയിൽ ഇവര് സ്നേഹമാണെന്ന് പറഞ്ഞ ആര് വന്നാലും ഇവര് മൈൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾ ഒഴിഞ്ഞു പോകുമ്പോ പിന്നീട് വരുന്ന ആളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. അപ്പൊ അവര് കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് ഈ വ്യക്തി പെരുമാറുന്നത്. ഡെവിളിനെയാണ് കാണിക്കുന്നത്. കുറച്ചൊരു ടോക്സിക് ആയ എനർജിയാണ് ഈ വരുന്ന വ്യക്തി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തി കുറച്ച് ടോക്സിക് ആയ ഇതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കി ഈ വ്യക്തിക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നിങ്ങളുടെ ഐഡിയൽ പാർട്ട്ണർ. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി ആക്സെപ്റ്റ് ചെയ്ത് ആ വ്യക്തിയെ മനസ്സിലാക്കാനും ആ വ്യക്തിയോട് സിമ്പതിയോടെ പെരുമാറാനും നിങ്ങൾക്ക് പറ്റിയാല് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. കുറച്ച് സെൽഫിഷ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ എല്ലാവരും സെൽഫിഷ് അല്ലേ? എല്ലാ ബന്ധങ്ങളും ഒരു ബിസിനസ് ബന്ധമാണ്. ഏത് ബന്ധമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെക്കാത്ത ബന്ധങ്ങളില്ല. അതില്ലെന്ന് പറയുമെങ്കിലും അത് പോസിബിൾ അല്ല. അപ്പോ ഇവിടെ അടുത്ത കാർഡ് വരുന്നത്, ഈ വ്യക്തി പറയുന്നത് ആർക്ക് പണി കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എനിക്ക് വേണം. പക്ഷേ ഈ വ്യക്തി വളരെ സൈലന്റ് ആയിട്ടാണ് അത് കാണിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആ വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വ്യക്തി പറയുമ്പോഴും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വേറൊരാളുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരാളുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് മറ്റേ ആളുടെ പുറകെ പോകാൻ പോണത്. സ്നേഹിക്കുന്നത് വല്ലവരെയും റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വേറൊരാൾ വഴി. കാരണം ഇവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ഇവിടെ വന്ന് കയറുന്നവരെയും വിട്ടുകളയാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ. അപ്പൊ ജീവിതത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ വ്യക്തി പറയുന്നത്, ഞാൻ ആരെയും ട്രാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും മൂവ്മെന്റ് വേണ്ടേ എന്ന് പറയുന്നത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും മൂവ്മെന്റ് വേണ്ടേ എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു ചെകുത്താന്റെ മെന്റാലിറ്റിയാണ്. ആര് വേദനിച്ചാലും കൊള്ളില്ല, കുഴപ്പമില്ല, എനിക്ക് എന്റെ ഹാപ്പിനെസ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അതാണ് ജീവിതത്തിൽ നിന്നുള്ള ഈ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ. ഇമോഷണൽ ആയിട്ട് ആരോടും അറ്റാച്ച്മെന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ ആയതുകൊണ്ടാണ് ഇത്. കാപ്രിക്കോൺ പിന്നെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോ എന്താണ് നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വ്യക്തി ആഗ്രഹിക്കുന്നത്? എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്? വിവാഹമാണ്, ലീഗൽ ആയിട്ടുള്ള ഒരു വിവാഹം. അപ്പൊ ചിലപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളവരെല്ലാവരും പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയവരാണ്. കാരണം ഇവിടെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്, ഹെയറോഫാൻറ്റും വന്നിട്ടുണ്ട്. അപ്പൊ ലീഗൽ ആയിട്ട് ഒരു വിവാഹം, ഈ വ്യക്തിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ മനസ്സുള്ള ഒരാള് അല്ലെങ്കിൽ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ മനസ്സുള്ള ഒരാള്. ഈ വ്യക്തിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വിവാഹം ജീവിതമാണ്. ഒരാളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയ വളരെയധികം ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു എനർജി ആയിരിക്കും ഇത്. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാൻ, മനസ്സിലായോ, പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ അങ്ങനത്തെ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പൊ നിങ്ങൾക്ക് ആവശ്യം വന്നാലും ഈ വ്യക്തി അവിടെ. ചില ബന്ധങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? 24 മണിക്കൂറും കോണ്ടാക്ട് ആയിരിക്കും. അത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാവുന്നില്ല, അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. ചിലർക്ക് സ്പേസ് വേണമെന്ന് പറയുമ്പോഴും ഒരാള് അവർക്ക് ജോലിയുണ്ട് എന്തായാലും, പക്ഷെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്ന, തമ്മിൽ കാണുന്ന, ഇപ്പൊ നിങ്ങൾ ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആണെങ്കിലും അങ്ങനെ കാണുന്ന റിലേഷൻഷിപ്പ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ഒരു അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ഒരാള്, എനിക്ക് ഇങ്ങനെ ഒരാളുണ്ട്, എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി. അത് ഇതുവരെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഐഡിയൽ പാർട്ട്ണർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ലിബ്രയും ടോറസുമാണ്. വളരെ സ്ട്രോങ് ആയ രണ്ട് ഫീലിങ്സ് ആണ് അത്. ജസ്റ്റിസ് വേണം, ലീഗൽ ആയിട്ടുള്ള വിവാഹം. ഇത് വിവാഹമാണ്, വളരെ ട്രഡീഷണലായ, വളരെ
കൺസർവേറ്റീവ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. ഈ ഐഡിയൽ പാർട്ട്ണർ വളരെ വളരെ കൺസർവേറ്റീവ് ആണ്, വളരെയധികം സ്നേഹം തരാൻ കഴിവുള്ള ഒരാളാണ്. മനസ്സിലായോ? അതുപോലെ വെറുതെ തമാശക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവര് റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഇവര് വിവാഹം ഉദ്ദേശിച്ചാണ് കയറുന്നെങ്കിലും മറ്റുള്ളവര് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ദുഃഖമുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരാൻ പോകുന്നതും ഒരു വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. തമാശക്ക് റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണിതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആലോചിക്കാം എന്നൊരിക്കലും പറയരുത്. മനസ്സിലായോ? ഈ വ്യക്തിക്ക് ബൗണ്ടറി ഉണ്ട്. ഇതാണ് ബൗണ്ടറി. ഞാൻ ഇങ്ങനെ തമാശക്ക് റിലേഷൻഷിപ്പ് വെക്കില്ല. എനിക്ക് വിവാഹം, കുട്ടികൾ, ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആഗ്രഹം. ഞാൻ വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്, അത്ര മോഡേൺ ഒന്നുമല്ല. എനിക്ക് ഭാര്യയെ കുറിച്ച് ചില വിശ്വാസങ്ങളുണ്ട്, ഭർത്താവിനെ കുറിച്ച് ചില വിശ്വാസങ്ങളുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആളെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണിത്. അപ്പൊ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തിയെ വിടുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ലീബ്രയും ടോറസുമാണ്. ഇനി ഇതാണ് ഈ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതാണ്, ഈ വ്യക്തിയെയാണ് നിങ്ങൾ സ്വീകരിക്കാമോ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ കുറച്ച് ഇന്നർ സ്ട്രഗിൾ, നിങ്ങൾക്കും ഇങ്ങനെ കുറെ പ്രശ്നങ്ങള് കൂടെ പോയവനാണ് നിങ്ങൾ. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. അപ്പോ അതുപോലെ തന്നെ കുറെ പേര് നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ബന്ധങ്ങളൊന്നും, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. അപ്പൊ കുറെ ഉള്ളിൽ നിങ്ങൾക്ക് കുറെ പ്രശ്നം, മനസ്സിൽ കുറെ ദുഃഖങ്ങളുണ്ട്, മനസ്സിൽ കുറെ വേദനകളുണ്ട്. പക്ഷെ പുറമെ ചിരിച്ചു കാണിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. നിങ്ങളുടെ സങ്കടങ്ങളൊന്നും ആരോടും പറയാറില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാതിൽ അടച്ചുപൂട്ടി ബാത്റൂമിൽ നിന്ന് ഒച്ചയിൽ കരയുന്ന ഒരു എനർജി ആയിരിക്കും. പക്ഷെ ഇത് നിങ്ങൾക്കല്ലാതെ പുറത്തുള്ള ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ചിലപ്പോൾ ബന്ധങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് കരയുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ശരിക്കും ഒരു എന്താ പറയാ, വാക്വം, ഒരു വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ ഒരു ഇത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന ഇതിൽ നിന്ന് നിങ്ങള് മാറ്റാൻ പറ്റും. ഈ ഒരു വ്യക്തി വരുമ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ്. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. മനസ്സിലായോ? ഈ വ്യക്തിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കാം. നിങ്ങൾ മനസ്സ് തുറക്കാതെ നിങ്ങളെ കരയുന്നത് മറ്റുള്ളവർ കണ്ടാൽ അത് വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോ നിങ്ങൾ അത് വിചാരിക്കേണ്ട. ഈ വ്യക്തിയോട് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. കാരണം ഈ വ്യക്തിയും ആരോടെങ്കിലും മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് മനസ്സ് തുറക്കാം. അതുകൊണ്ട് നല്ലതേ വരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു വിവാഹത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ നിങ്ങള് ജീവിതത്തിലും ഇതുപോലെ ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങളും ഒരു ജീവിതം സീരിയസ് ആയിട്ട് കാണുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കും ഒരു ഭാവിയിൽ ആരെങ്കിലും ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് ഈ വരുന്നത്, കേട്ടോ. അപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സങ്കടങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരു ആളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു പുതിയ തുടക്കമാകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എപ്പോഴേക്ക് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഞാൻ എടുക്കണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നറിയോ? ഇറ്റ്സ് വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ് പറയുന്നത്. ഇത് കാത്തിരിപ്പ് നല്ലതാണ്, അതിന് ഗുണമുണ്ടാകുമെന്നാണ്. ഇറ്റ്സ് വർത്ത് വെയിറ്റിംഗ് ഫോർ. ഇതുണ്ടോ? നിങ്ങളുടെ കാത്തിരിപ്പിന് ഗുണമുണ്ടാകും. അപ്പൊ ഇന്ന സമയം എന്നല്ല, ചിലപ്പോ അത് ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ഇത് എത്രയോ പേര് കാണുന്നതാണ്. ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കാത്തിരിക്കും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക, നിങ്ങളുടെ ടോക്സിസിറ്റി ഒക്കെ മാറ്റുക, നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളുടെ ജീവിതവും ശരീരവും എല്ലാം ക്ലെൻസ് ചെയ്ത് വെക്കുക. കാരണം ഒരാൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ
ആ വ്യക്തി വരുമ്പോ വരട്ടെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. അപ്പൊ എത്ര വൈകിയാലും കുഴപ്പമില്ല, ഈ വ്യക്തി വരും എന്നൊരു പ്രത്യാശ നിങ്ങൾ മനസ്സിൽ വെക്കുക. മനസ്സിലായി? നമ്മൾക്കൊരു പ്രത്യാശ വരുമ്പോഴാണ് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ വരുന്നുണ്ട് ഒരാളും. അപ്പൊ കുറച്ച് താമസം ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും ഈ കാത്തിരിപ്പ് നല്ലതാണെന്നാണ് പറയുന്നത്. നല്ലൊരു എൻഡ് ഉണ്ടാവും ഈ കാത്തിരിപ്പിന് കേട്ടോ. അപ്പോ ലിയോ, ലീബ്ര, ടോറസ്, ക്യാൻസർ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, പൈസീസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.